ഹലോ, ഇന്ന് ഡേ 6 ആണല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ കാര്യം കുറച്ചുകൂടെ രസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ ഒന്നുകൂടെ റിയലൈസ് ചെയ്യാൻ പോവാണ്. ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആളുകളുടെ പേരുകൾ ഒന്ന് എഴുതുക. ഓക്കെ, അതിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് തരുന്ന അങ്ങനത്തെ കുറേ ആളുകൾ കാണും അല്ലേ. അടുത്ത പേപ്പറിന്റെ അടുത്ത സൈഡിൽ നിങ്ങളുടെ എനിമീസ്. എല്ലാവർക്കും എനിമീസ് ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ ഒരു കാരണമില്ലാതെ ചില ആൾക്കാരെ നമ്മൾ വെറുക്കും. പ്രത്യേകിച്ച് കാരണമൊന്നും കാണില്ല, പക്ഷെ നമുക്ക് അവരെ ഇഷ്ടാവില്ല. ചില ആൾക്കാരെ കാരണം ഉണ്ടായിട്ട് തന്നെ നമ്മൾ വെറുക്കും. നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ച ആൾക്കാരെ നമ്മളെ ശത്രുവായിട്ട് അങ്ങ് കാണാൻ തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പേരുകൾ എഴുതുക. എന്നിട്ടൊന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെ നിങ്ങളുടെ എനിമീസ് ഉണ്ട്. ഇതിൽ ആരാണ് ശരിക്കും നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് എഴുതിയതിൽ അതിൽ കുറച്ച് പേരുണ്ടാവും അല്ലേ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത്, ശരിക്കും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന, നിങ്ങളുടെ ഏറ്റവും മോശം സമയങ്ങളിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ പിടിച്ച് നീ ജയിക്കും എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് നിന്നവരുണ്ടാവും അല്ലേ. ചില ആൾക്കാർ നിങ്ങളുടെ നല്ല സമയത്ത് മാത്രം വന്ന് ഒരു എന്റർടൈൻമെന്റിനെ എൻജോയ് ചെയ്ത് പോയവരുമായിരിക്കും. എനിമീസിൽ ചില ആൾക്കാരുടെ ഒരു വാക്കോ ഒരു ചിരിയോ ഒരു പുച്ഛമോ ഒക്കെ ഇല്ല, ഞാൻ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരും, എനിക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ നിങ്ങളുടെ എനിമീസ് ആയിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എത്ര സ്മാർട്ടായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്, എത്ര അടിപൊളിയായിട്ടാണ് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്, എത്ര അടിപൊളിയായിട്ടാണ് അവർ ഒരു സ്ഥലത്ത് വീഴാതെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ എനിമി ആണെങ്കിലും നിങ്ങൾ അതിശയപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ചിരിയിൽ നിന്ന്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒന്നോ രണ്ടോ ഇല്ല നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള നിങ്ങളെ വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിച്ച ചില വാക്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടില്ല, എനിക്കും ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി എനിക്കും പോകാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുടെ എനിമി ആണെങ്കിലും നിങ്ങളുടെ ഗ്രോത്തിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവാം, നിങ്ങളുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കുന്നവരും ഉണ്ടാവാം. അത് നമ്മൾ പെട്ടെന്ന് അറിയണമെന്നില്ല. എനിമീസിലും നിങ്ങളുടെ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെ അവരങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് തളർന്നിരിക്കാതെ അതൊന്ന് മനസ്സിലാക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ എനിമീസിലും ഉണ്ട്. അപ്പോൾ വെറുതെ അത് ആലോചിച്ച് നമ്മുടെ എനർജി കളയാതെ അതിലോർത്ത് അവരെൻ്റെ എനിമിയാണല്ലോ എന്ന് ഓർത്ത് വെറുതെ ദേഷ്യപ്പെട്ടു നമ്മൾ ഇങ്ങനെ ഇതൊന്ന് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് ദേഷ്യപ്പെടാതെ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യാം. എന്നിട്ട് ആ ടെൻഷനും കൂടി എടുത്തൊന്ന് താഴെ വയ്ക്കാം.